ഇന്ന് മാർച്ച് 3 ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ് ദം തിയറി. ശരിയാണ്, ഇവിടുത്തെ സിറ്റുവേഷൻസൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേ? യെസ്, അതുമായിട്ട് താതാമ്യം പ്രാപിച്ചേ ഒക്കൂ. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇന്ന് കുറച്ച് എന്താ പറയുക, റിലീജിയസ് തോട്ട്സ് നമ്മളിലേക്ക് നിറച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി നമ്മളിലേക്ക് നിറച്ച് കഴിഞ്ഞാൽ വി ഫീൽ ലിറ്റിൽ മോർ കോൺഫിഡൻറ്റ് അല്ലേ? കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെത്താൻ ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ അല്ലേ? അത് വേറെ ആരും നമുക്ക് കൊണ്ടും തരാൻ പോകുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇങ്ങനെയുള്ള ടൈംസ് ഇതൊക്കെ വന്നിട്ട് ടെസ്റ്റിംഗ് ടൈംസ് ആണ് എല്ലാവർക്കും. ഇപ്പം GCC കൺട്രീസിൽ തന്നെയല്ല, അത് അങ്ങോട്ട് കുറച്ചും കൂടെ വ്യാപിച്ചു തുടങ്ങി, ലെബനനിലേക്കൊക്കെ പോയി തുടങ്ങി എന്നൊക്കെ പറയുന്നു അല്ലേ? ആക്രമണങ്ങൾ എവ്രിവെയർ, എല്ലായിടത്തും മനുഷ്യരാണുള്ളത്. അപ്പോൾ എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി. ചിലരൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇവാക്യുവേഷൻസ് തുടങ്ങുകയാണെങ്കിൽ കയറിപ്പോന്നോളൂ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് നിന്ന നിപ്പിനത് ഇട്ടിട്ട് പോവാന്ന് പറഞ്ഞാലും ഇവിടെ തന്നെ ഉള്ളവരെന്ത് ചെയ്യും അല്ലേ? അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കേണ്ട സാഹചര്യം നിന്നേ പറ്റൂ എന്നുള്ളവരും എന്ത് ചെയ്യും? സോ ലെറ്റ് us ഫേസ് ഇറ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കും ഭയം തോന്നായികയില്ലായികയില്ല കേട്ടോ. ചില സമയത്ത് നമുക്കൊരു പേടി തോന്നുമല്ലേ? പക്ഷെ അങ്ങനെ പേടിപ്പെടുത്തേണ്ട സാഹചര്യങ്ങൾ കാണുന്നില്ലെങ്കിലും പെട്ടെന്ന് ഒരു അറ്റാക്ക് വരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ആരായാലും മനുഷ്യരല്ലേ, മരണഭയമില്ലാത്ത മനുഷ്യരുണ്ടോ? അതൊന്ന്. പിന്നെ നമ്മളെ വിളിച്ചന്വേഷിക്കുന്നവരോട് ഒക്കെയാണ് കേട്ടോ. യെസ്, വളരെ നന്ദി. അവർ ഓർക്കുന്നല്ലോ, അയ്യോ നിങ്ങളൊക്കെ ഇവരൊക്കെ അവിടെ ഇരിക്കുവാണല്ലോ എന്ന് ഓർക്കുന്നല്ലോ. അതൊക്കെ വളരെ നല്ല ഒരു ജെസ്റ്ററാണ് കേട്ടോ. ബിക്കോസ് നമുക്ക് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മളെ തിരക്കുമ്പോൾ ഇവർക്ക് നമ്മളോട് റിയൽ കൺസേൺ ഉണ്ട്, സ്നേഹമുണ്ട് എന്നൊക്കെ തോന്നൂലേ? ചേച്ചി ഹൗ ആർ യു സേഫ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കരുതലുണ്ടല്ലോ, ദറ്റ് ഷോസ് ദ കോംറേഡ്ഷിപ്പ്. അതില്ലാത്ത ആൾക്കാരൊക്കെ വളരെ എങ്ങനെ സാധിക്കുന്നെന്ന് പോലും എനിക്കറിയില്ല. നമ്മളങ്ങനെ എല്ലാം ഓക്കെ അല്ലേ എന്നിങ്ങനെ ഒന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളോടൊരു കൺസേൺ ഉണ്ടല്ലോ, ഐ യു സേഫ് എന്നൊരു വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് തോന്നുന്നത്, റിയലി ദേ ആർ ഓൾ കൺസേൺഡ് അബൌട്ട് us, ദേ ഡു കെയർ അബൌട്ട് us അല്ലേ? അതിലുപരി മറ്റു ചിലർ ചിലപ്പോൾ നമ്മളെ അന്വേഷിക്കുന്നത്, നമ്മളോട് സഹതാപം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്വേഷിക്കുന്നവർ ചിലർക്കെങ്കിലും കുറച്ച് നന്നായേ ഉള്ളൂ, ഇച്ചിരി കൂടുതലായിരുന്നു, അങ്ങനെ വിചാരിക്കുന്നവർ ഉണ്ടാവാം. എല്ലാവരും അങ്ങനെ, ആരെങ്കിലും അങ്ങനെ മനുഷ്യത്വമുള്ളവരങ്ങനെ വിചാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ടെന്നാണ് ഒരു റീലിൽ ഞാൻ കണ്ടത് കേട്ടോ. അത് നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ള സംഗീത ജിനചന്ദ്രൻ, ഡോക്ടർ സംഗീത ജിനചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അവർ ഫിലിം മേഖലയായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇന്ന് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാനത് സ്റ്റോറി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്റ്റോറിയിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ റീൽ കിട്ടും. അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ എന്തിനാണ് സ്റ്റോറി ആക്കിയെന്നതും ഞാൻ പറയാം. അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, അവരെ, അതായത് ഈ സംഗീത ജിനചന്ദ്രനെ 2 കൂട്ടർ വിളിക്കേണ്ടായി. അവർ സോളോ ട്രാവലൊക്കെ പോകുന്നവരാണ് ഈ സംഗീത. അപ്പോൾ 2 അവർ എനിക്ക് തോന്നുന്നു ഇന്ത്യ ബേസ്ഡ് ആണ്. ഇപ്പം മേ ബി ഇവിടെ വന്നതായിരിക്കാം എന്തെങ്കിലും കാര്യത്തിന് ദുബൈയിൽ. അപ്പം അവർ പല ഇവൻറ്റ്സിലും ഞാൻ അവരുടെ ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. വളരെ അട്രാക്റ്റീവ് പേഴ്സണാലിറ്റിയാണ്. സോ പുള്ളിക്കാരിയുടെ കുറച്ച് സെറ്റ് ഓഫ് ആൾക്കാർ, പുള്ളി അപ്പോൾ ഇപ്പോൾ എന്തോ കാര്യത്തിന് വർക്കിന് വന്നാണോ ട്രാവലിന് വന്നാണോ, ഷീ ഈസ് സ്റ്റക്ക് ഇൻ ദുബായ്. അപ്പോൾ ദുബായിൽ ഒരു ഐ തിങ്ക് അവരുടെ ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻ്റ് ആണോ, അത് മേ ബി ദേ ഹാവ് നല്ല കണക്ഷൻസൊക്കെ ഉള്ളവരല്ലേ. അപ്പോൾ അവർ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നിട്ട് അവർ പറഞ്ഞു 2 തരം ആൾക്കാർ വിളിച്ച് അന്വേഷിച്ചു. ഒന്ന് വന്ന് ജെന്യുവിൻ കൺസേൺ ഉള്ളവരും അന്വേഷിച്ചു. ഒന്ന് വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം മതിയായി കാണുമല്ലോ ഈ യാത്രകളും ഒറ്റയ്ക്കുള്ള കറക്കമൊക്കെ, ഇപ്പം ദുബായ് എന്നൊക്കെ പറഞ്ഞ് ഓടുമ്പോൾ ഓർക്കണമായിരുന്നെന്ന് പറഞ്ഞിട്ട് ഒന്ന് കുത്തിയിട്ട് സംസാരിച്ച ചില ആൾക്കാരുണ്ടായിരുന്നു അത്രേ. അപ്പോൾ അങ്ങനെ സംസാരിച്ച ആൾക്കാരോട് അവർക്ക് ഒരു മറുപടി ഉണ്ടെന്ന് പറഞ്ഞു. അതായത് അവർക്കപ്പോൾ തോന്നി ഇവർക്കൊരു ജലസി ഉണ്ടല്ലോ, എവിടെയോ ഒരു ജലസി. കാരണം എല്ലാവരും അരിയാഹാരമല്ലേ കഴിക്കുന്നേ. അപ്പോൾ ഇങ്ങനെയുള്ള ഡയലോഗ്സ് പറയുമ്പം ചിലപ്പോൾ തോന്നിയേക്കാലേ
ഇവിടെ എവിടെയോ ഒരു ജലസി അവർക്ക് മണത്തു വന്ന്. അപ്പോൾ അവർ അതിനൊരു മറുപടി പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിന് നമുക്കൊരു കഥയെടുക്കാം, ഒരു സിനിമ കഥയെടുക്കാം. ഈ സിനിമ വടക്കു നോക്കി യന്ത്രം എന്ന് പറഞ്ഞൊരു സിനിമയാണ് കേട്ടോ. ആ വടക്കു നോക്കി യന്ത്രം എന്ന് പറഞ്ഞ സിനിമയിൽ ഉർവശി എന്ന് പറയുന്ന കഥാപാത്രം, ഉർവശിയുടെ കഥാപാത്രം കാഞ്ചന. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? കാഞ്ചന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഭർത്താവിനെ കൊണ്ട് അത് വേണം ഇത് വേണം, അതായത് കാഞ്ചന ശ്രീനിവാസൻ്റെ ഭാര്യയാണ്. ജയറാം കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന കുട്ടിയായിട്ട് പാർവതിയാണ് അതിനകത്ത്. അപ്പോൾ കാഞ്ചന ഒരു ഇച്ചിരി ചേട്ടത്തി കുശുമ്പൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. പാർവതിയുടെ ക്യാരക്ടറിന് ജോലിയുണ്ട്. അപ്പോൾ അവൾ കുറച്ചുകൂടെ യങ്ങാണ്. അവളുടെ വീട്ടിൽ ആരുടെയൊക്കെ ദുബായിലൊക്കെ ഉണ്ട്. പണ്ടത്തെ സിനിമയല്ലേ, 90s മൂവിയല്ലേ. അപ്പോൾ അന്നൊക്കെ ദുബായിൽ നിന്ന് കൊണ്ടുവരുന്ന കൊട, പെർഫ്യൂം, സാരി, ഇതൊക്കെ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതൊക്കെയാണല്ലോ. അപ്പോൾ ഇവൾക്ക് ഇങ്ങനെ കുറേ കുശുമ്പ്, അവരെന്തോ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയാണെന്ന് തോന്നുന്നു കാഞ്ചനയുടെ അച്ഛൻ അമ്മ വീട്ടുകാർക്ക്. അപ്പോൾ ഇയാളാണെങ്കിൽ ഭയങ്കര നൈവായിട്ടുള്ളൊരു പേഴ്സൺ. ഞാൻ ഈ കഥ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ശ്രീനിവാസൻ. അപ്പം ശ്രീനിവാസന് മനസ്സിലാകുന്നില്ല, ശ്രീനിവാസൻ എന്ന് പറയുന്ന കാഞ്ചനയുടെ ഹസ്ബൻഡിൻ്റെ ക്യാരക്ടറിനും മനസ്സിലാകുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് താമസിക്കുന്നു. പിന്നെ എന്താ പറയുക, KPSC ലളിതയാണ് അമ്മ. അപ്പോൾ അവരും നല്ലൊരു ലേഡിയാണ്. പിന്നെ ഒരു പെങ്ങളിനെ കാണിക്കുന്നുണ്ട്, അനുജനും ഉണ്ടോ, പെങ്ങളെ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവർ എല്ലാവരും ഒന്നിച്ചിങ്ങനെ ഇരുന്നിട്ടുള്ള ആ ഒരു സമാധാനപൂർവമായ ഒരു കൂട്ടുകുടുംബം. അതിനകത്ത് ഈ ചേട്ടത്തി ക്യാരക്ടറിന് ഇങ്ങനെ കരിമണിമാല വേണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്നില്ലേ, അങ്ങനെ ആയി രാത്രി തലേണ മന്ത്രം കൊടുത്ത് ഈ കാഞ്ചനയും ഹസ്ബൻഡും കൂടി അദ്ദേഹത്തിൻ്റെ ടൗണിലെ ആണ് ജോലി. അവിടെ എവിടെയോ ഒരു വാടകയ്ക്ക് വീടെടുത്ത് എല്ലാം ഇൻസ്റ്റാൾമെൻറ്റിൽ മേടിച്ച് മിക്സി, ഫ്രിഡ്ജ്. ഇവർ നാട്ടിൻപുറത്ത് ഒരു പലചരക്ക് കട നടത്തുന്ന ആളാണ് ജയറാം. അദ്ദേഹത്തിന് ഈ അച്ഛൻ്റെ കടയാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇയാൾക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഒരു ഓവർസിയറായിട്ടോ ജോലിയുണ്ട്, സൂപ്പർവൈസറായിട്ടൊക്കെ ജോലി ചെയ്യുന്നു. അപ്പോൾ വളരെ ഒരു മിതമായ രീതിയിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. അതിനകത്ത് കാർ ഓടിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ മാമുക്കോയ. അപ്പോൾ മാമുക്കോയ കാർ ഓടിക്കാൻ പഠിപ്പിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡയലോഗുണ്ട്, ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാണ്, അതുകൊണ്ട് എനിക്കും അറിയാമെന്ന് പറഞ്ഞിട്ട് വണ്ടി ഓടിക്കാൻ ഒരു സ്കില്ലും ഇല്ല പോയി ഇടിച്ച്. ശ്രീനിവാസൻ്റെ ഈ മാമുക്കോയയുടെ കഥാപാത്രം പറയുന്നുണ്ട്, അതെ ഇടിക്കാൻ കാര്യം എന്തായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഇവരുടെ അയൽവക്കക്കാരനായിട്ടുള്ള ഇന്നസെൻ്റ് വരുമ്പം. അത് ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇയാൾ പോയി ഇടിച്ചത് അങ്ങനെ ഇടിച്ചു, മനസ്സിലായ? എനിക്ക് അതുകൊണ്ട് അറിയില്ല അതെങ്ങനെ ഇടിച്ചതെന്ന് അവിടെ ചോദിക്കുന്നു. പറയും ഈ രണ്ടുപേരും കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താട്ടോ ഒരു വക വർത്താനം പറയും. ഇത്രയല്ലേ പറ്റുള്ളൂ എന്നുള്ള മട്ടിൽ എന്തോ ഇന്നസെൻ്റ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇത് പിടിപ്പിക്കുന്ന പോലത്തെ ഒരു വർത്താനം പറയും കേട്ടോ, ഇറിറ്റേറ്റിംഗ് ആയിട്ട്. ആ ഡയലോഗ് ഞാൻ മറന്നുപോയി. പക്ഷേ മാമുക്കോയ്ക്ക് ദേഷ്യം വന്നിട്ട് മാമുക്കോയും ഇയാളും ഒരേ ഇതിലാണല്ലോ കിടക്കണം, ശ്രീനിവാസനും. അപ്പോൾ വിളിച്ചുകൊണ്ട് പോയിട്ട് തലയിൽ കെട്ടൊക്കെ ഇട്ട് കേട്ടോ. അപ്പോൾ ശ്രീനിവാസൻ വിളിച്ചിട്ട് ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് പോയിട്ട് മൂലയ്ക്ക് പോയിട്ട് നല്ല ടേ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ട് പറയേ, ഒരാൾ അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ ഇമാതിരി ചേറ്റ വർത്താനം പറയരുത് ഇനി എന്ന് പറഞ്ഞ ഒരെണ്ണം കൊടുക്കും, മനസ്സിലായോ? ഇപ്പം പിടികിട്ടിയ, അതായത് ഒരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയിൽ ആൾക്കാർ ഇരിക്കുമ്പോൾ വിളിച്ചിട്ട് അവരെ സ്വാന്തനിപ്പിക്കുന്നതിന് പകരം കുത്തി സംസാരിച്ചാൽ ഒരൊറ്റ അടിയാണ് അതിൻ്റെ ഉത്തരം എന്നാണ് സംഗീത ദിനചന്ദ്രൻ അതിൽ പറഞ്ഞു വയ്ക്കുന്നത്. അമ്മയും നിങ്ങളെടുത്ത് നോക്കൂ, മീൻ ആണ് പറയേണ്ടത് കേട്ടോ, എമ്മി അതെടുത്ത് നോക്കൂ. ഇറ്റ് ഈസ് ഹിലാരിയസ്, ഭയങ്കരമായിട്ട് ചിരിപ്പിക്കും നമ്മളെ. അങ്ങനെ ആ ഒരു ഇതാണ്, അതിനാണ് ആ ഡയലോഗ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവർക്ക് എന്താ അതിന് പറയുക, ഒരു വിധത്തിലുള്ള ഔചിത്യബോധമില്ലാത്ത ആളുകളാണ് അങ്ങനെയൊക്കെ പെരുമാറുക. അതായത് അവർക്കൊരു രസം, അവർ സേഫ് സോണിലിരുന്നിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതിൻ്റെ അടിയിലിരുന്നിട്ട് ഇരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അത് അത്ര അങ്ങോട്ട് സുഖമായിട്ട് തോന്നില്ല. ദേ മൈറ്റ് ഫീൽ ഇറിറ്റേറ്റഡ് ആസ് വെൽ, അല്ലേ? അപ്പോൾ അത് അവർക്ക് ഇറിറ്റേറ്റഡ് ആവാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. കാരണം ആ അവസ്ഥയിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ് മനസ്സിലാകുക. ഇത് പറയാനാണ് ആ കഥ പറഞ്ഞ് കേൾപ്പിച്ച് ബോറടിപ്പിച്ചത്. നിങ്ങൾക്ക് ബോറടിക്കില്ലല്ലോ അല്ലേ ഞാൻ പറയുമ്പോൾ? എനിക്ക് ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഐ തോട്ട് ഐ ഷുഡ് സ്പീക്ക് സംതിങ് എൽസ്.
പക്ഷേ ഇത് പറയാതെ വയ്യ. ഇത് പറഞ്ഞില്ലെങ്കിൽ എന്താ പറയുക, ഞാനൊരു വികാരമില്ലാത്ത ജീവിയായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് എനിക്ക് തോന്നും. വികാരങ്ങളുണ്ട്, പക്ഷേ അടക്കി വെക്കുകയാണ്, അടക്കി വെച്ചേ പറ്റൂ. അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, കറക്റ്റായിട്ടുള്ള കരുത്ത് കാണിക്കേണ്ട സമയമാണ് അതൊക്കെ, അല്ലേ? അപ്പോൾ ഇന്ന് ആറ്റുകാൽ പൊങ്കാല ആയതുകൊണ്ട് ദേവി മഹാത്മ്യത്തെ പറ്റി ഞാൻ പറഞ്ഞില്ലേ. ദേവി മഹാത്മ്യം അമ്മ പഴയതൊരെണ്ണമുണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ അമ്മ എപ്പോഴും അത് ധൈര്യത്തിന് വേണ്ടി എടുത്ത് അമ്മയുടെ കയ്യിൽ വെക്കും, അമ്മ വായിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, നീ ഒരെണ്ണം കൊണ്ടുപോയി വെക്കണം കേട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇല്ലേ, ആദ്യം എനിക്കറിയില്ല ഇങ്ങനത്തെ റിലീജിയസ് ബുക്സൊക്കെ ഈ കൺട്രിയിലേക്ക് കൊണ്ടുവരാൻ പാടുണ്ടോ. കാരണം ആരും അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല കൊണ്ടുവരാൻ പാടുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് മുസ്ലിം കൺട്രിയാണെന്ന് അറിയാമല്ലോ. എവിടേക്കോ കേട്ടിട്ടുണ്ട് ചെറിയ ഐഡൽസ് കൊണ്ടുവരുമ്പോൾ അവർ പറയും ഇല്ല, ഡോണ്ട് ബ്രിങ് ദസ് ഇങ്ങനെ. പക്ഷേ ഈ രാജ്യം ഒരുപാട് നല്ല രാജ്യമാണ്. പിന്നെയല്ലേ മനസ്സിലാകുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ടും ഒരു 3-4 വീടുകളൊക്കെ മാറുകയുണ്ടായി. അപ്പോഴൊക്കെ എനിക്ക് ഈ ഇത്രയും പവിത്രമായ ബുക്ക് സൂക്ഷിക്കാനുള്ള ഒരു ഇടമായിട്ട് എൻ്റെ കയ്യിൽ എനിക്ക് തോന്നിയില്ല. അയ്യോ നല്ല പൂജാറും വേണം, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ അമ്മ നിർബന്ധിച്ച് എനിക്ക് 2 വർഷം മുമ്പ് ഈ ദേവി മഹാത്മ്യം എടുത്ത് തന്നിട്ട് പറഞ്ഞു, മോളെ ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനൊരു പട്ടിൻ്റെ പോലത്തെ ഒരു തുണിയൊക്കെ മേടിച്ച് അത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. എപ്പോഴും ഞാനത് തുറക്കുന്നത് എപ്പോഴും ഇതിലാണ് കേട്ടോ, എന്താ നവരാത്രി മഹോത്സവത്തിനാണ് ഞാനത് എപ്പോഴും തുറന്ന്, ഞങ്ങൾ കണ്ടാണ് 9 ദിവസവും ഞാനതെടുത്ത് വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് അത് പൊതിഞ്ഞു വെച്ചു കേട്ടോ. ഇന്ന് ഞാൻ എടുത്തു, ആറ്റുകാൽ പൊങ്കാലയല്ലേ, അപ്പം ഇന്ന് ഞാൻ എടുത്തു. നിങ്ങൾക്ക് ആറ്റുകാൽ പൊങ്കാലയുടെ തമിഴ് ഇതറിയാലോ അല്ലേ? കണ്ണകിയുടെയും കോവലൻ്റെയും കഥ അറിയില്ലേ? പണ്ട് കൊടുങ്ങല്ലൂരമ്മ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മളുടെ ഇവരുടെ പേരെന്താണ്, അതെൻ്റെ ഇന്ത്യൻ നമ്പർ, അത് അല്ല അടിച്ചാൽ ഞാൻ എടുക്കാറില്ല, അത് ഭയങ്കര റോമിംഗ് ആണ്. ഇവരുടെ പേരെന്താണ്, കനകദുർഗയിലല്ലോ, വേറൊരെണ്ണമുണ്ടല്ലോ, KR വിജയ, നല്ല നീളത്തിൽ മുടിയും അല്ലേ. KR വിജയാണ് കൊടുങ്ങല്ലൂരമ്മയായിട്ട് അഭിനയിക്കുന്നത്, അതായത് കണ്ണകിയായിട്ട് അഭിനയിക്കുന്നത് കേട്ടോ. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. കോവലനായിട്ട് അഭിനയിച്ചത് ആരായിരുന്നു? പ്രേം നസീർ. അപ്പോൾ പ്രേം നസീർ ഒരു വലിയ പണക്കാരനാണ്. ആ നല്ല സൗന്ദര്യമുള്ള യുവാവായിട്ട് അഭിനയിക്കുന്നു. എന്നിട്ട് KR വിജയ എന്ന് പറയുന്ന കണ്ണകി എന്ന് പറയുന്ന വളരെ മനോഹരിയായ സുന്ദരിയായ നല്ല റിച്ചായിട്ടുള്ള ഒരു വീട്ടിൽ നിന്നും വിവാഹം കഴിക്കുന്നു. മദ്രാസ്, തമിഴ്നാടാണ് അവരുടെ ഏരിയ ആയിട്ട് കാണിക്കുന്നത്. അങ്ങനെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന സമയത്ത് ഈ കോവലൻ സാധാരണ യുവാക്കൾക്ക് പറ്റുന്ന പോലത്തെ ഒരു അബദ്ധത്തിൽ മാധവി എന്ന് പറയുന്ന ഒരു ശീലക്കാരി, അവരെ പറയാ, ആട്ടക്കാരിയുടെ വലയിൽ വന്ന് വീഴുന്നു. ഈ ആട്ടക്കാരി എന്ന് ഉദ്ദേശിക്കുന്നത് ദേവദാസികളെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരുടെ വീട്ടിലേക്ക് അങ്ങ് താമസം മാറുന്നു. അവരുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് താമസം മാറുന്നു. അപ്പോൾ കണ്ണകി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വരൂ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നിൽക്കില്ല, അവളുടെ ഇതിൽ പോകും. അവർ നല്ല വിദുഷിയാണ് ഈ മാധവി. അപ്പോൾ അവർക്ക് ബുദ്ധിയും ബോധവും സൗന്ദര്യവും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവർ അവഹേളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവരുടെ ഹസ്ബൻഡ്, ഈ KR വിജയുടെ ക്യാരക്ടറായിട്ടുള്ള കണ്ണകിയെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്? അതാണ് എൻ്റെ മനസ്സിൽ മുഴുവനും ആറ്റുകാൽ പൊങ്കാലയും കൊടുങ്ങല്ലൂരും ഒക്കെ വരുമ്പോൾ ഈ കഥകളാണ് മനസ്സിലേക്ക് ഓടി വരിക. ഇത് ചിലപ്പതികാരം എന്നുള്ള പേരിൽ ഇളങ്കോവടികൾ എഴുതി വെച്ചിട്ടുണ്ട്. മണിമേഖല എന്ന് പറയുന്ന ഒരു മകളുണ്ടാകുന്നതായിട്ടും ഒക്കെ അതിനകത്തുണ്ട് കേട്ടോ. അത് 2ാമത്തെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതിൽ ഈ കണ്ണകിയുടെ ചിലമ്പിനകത്ത്, ചിലമ്പ് പറഞ്ഞു വരുമ്പോൾ അതങ്ങ് പൂർത്തിയാക്കിയൊക്കെ അറിയാൻ പാടില്ലാത്തവർ കുറേ പേരുണ്ടാവില്ലേ, അന്യമതസ്ഥർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ. അപ്പോൾ ഇതെല്ലാം കഥയാണ്, നടന്നതാണ് എന്നൊക്കെ, ഇതെല്ലാം നമുക്ക് ലോജിക്കലി അപ്ലൈ ചെയ്യാം കേട്ടോ. ഐ ആം ജസ്റ്റ് ടെല്ലിങ് ദി സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ ഈ കണ്ണകി കോവലനും ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇയാൾ കുടിച്ച് ഇയാളുടെ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും ഈ മാധവിയുടെ അമ്മ കൈക്കലാക്കും. ആ അമ്മ ശരിയല്ല, മാധവി ഓക്കെയാണ് അതിൽ. മാധവിക്ക് ഇയാളോട് പ്രണയമാണ്. അപ്പോൾ ഒരു ദിവസം ഒന്നുമില്ല കയ്യിലെന്ന് പറയുമ്പോൾ മാധവി വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി എല്ലാം കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഈ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് കഴിഞ്ഞാൽ അമ്മ പിന്നെ നോക്കിയിരിക്കും, കോവലൻ വരുന്ന കാണുമ്പോഴേക്കും മാധവി ഇവിടെ ഇല്ല, അവൾക്ക് നിങ്ങൾ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് അയാൾക്ക് സുഖമില്ലാണ്ടായപ്പോൾ അയാളെ കൊണ്ടുവരും മൂലയ്ക്കിട്ട്, പിന്നെ വരാം അവൾക്ക് പകരും എന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ മനസ്സിൽ മാധവി ഇയാളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു ഇതിലാക്കി വെക്കും.
വെക്കുന്നുണ്ടാവും അമ്മ. അപ്പോൾ ആരോ അറിഞ്ഞ് കണ്ണകിയോട് ആരോ ചെന്ന് പറയും നിങ്ങളുടെ ഹസ്ബൻഡ് ഇങ്ങനെ മൃതപ്രായനായിട്ട് കിടക്കുന്നു, അവിടെ എന്തോ തെരുവിൽ മൂലിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർ ചെന്ന് വിളിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ച്, അതായത് കണ്ണകി കൊണ്ടുവന്ന് റെഡിയാക്കി എടുത്തിട്ട് പറയും നമുക്ക് ഈ നാട് വിട്ട് പോകാം, ഇവിടെ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഓർമ്മകളൊക്കെ വരുന്നതെന്ന് പറഞ്ഞ് അവരൊരു ചെറിയ ബാണക്കെട്ടൊക്കെ എടുത്ത് ഇവിടെ പാണ്ഡ്യരാജാവിൻ്റെ മധുര നഗരിയിലെത്തുകയാണ്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ഒരു ചെറിയ സെറ്റിൽമെൻറ്റിൽ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന സെറ്റിൽമെൻറ്റിൽ, അപ്പോൾ ഇവരെ കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലോ, അപ്പോൾ ഒരു വലിയ ആളുകളാണല്ലോ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവർക്ക് അവിടെ താമസിക്കാൻ ഒരു ഇടം കൊടുക്കുകയാണ്. അവിടെയുള്ള ആളുകൾ ഒരു ചെറിയ കുടിലൊക്കെ കെട്ടി ഇവർ താമസിച്ചിട്ട് പറയും ഞങ്ങൾ ഇങ്ങനെ കച്ചവടം ചെയ്ത് ഇങ്ങനെ നശിച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് അവരുമായിട്ടൊക്കെ നല്ല രീതിയിൽ തുടങ്ങുകയാണ് കണ്ണകി. എന്നിട്ട് കണ്ണകിയുടെ കയ്യിൽ പിന്നെ ഈ കോവലൻ എടുത്തുകൊണ്ട് പോയി വിറ്റ് തീർന്നതിൽ ബാക്കി 2 ചിലമ്പുണ്ടായിരുന്നു, കാലിലിടുന്ന തള പോലത്തെ വലിയ ചിലമ്പ്. അപ്പം അതിൽ ഒരെണ്ണം എടുത്തു കൊടുത്തിട്ടുണ്ട്, തങ്കാണ് ഇത് കൊണ്ടുപോയി വിറ്റിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ആരംഭിക്കാം, നമുക്കൊരു കച്ചവടം ആരംഭിക്കാം എന്ന് പറഞ്ഞ് കോവലൻ മധുര തെരുവുകളിൽ ചെന്ന് ഒരു ആളുടെ അടുത്ത് അത് വിൽക്കാൻ ചെല്ലുകയാണ്. അപ്പോൾ അയാൾ ഭയങ്കര കുശാഗ്ര ബുദ്ധിയായിരുന്നു. ആ വിൽക്കാൻ ചെന്ന ജ്വല്ലർ അയാളുടെ അടുത്ത് ഇതുപോലത്തെ ഒരു റാണിയുടെ ഒരു ചിലമ്പ് എന്താ നന്നാക്കാൻ വേണ്ടിയിട്ടോ എന്തോ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇയാൾ എന്ത് ചെയ്തെന്നറിയാവോ, ഇയാളെ പിടിച്ചു വെച്ചിട്ട് എന്ത് പറയുമെന്ന് വെച്ചാൽ റാണിയുടെ ഒറ്റച്ചിലമ്പുമായിട്ട് ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, അത് എൻ്റെ കയ്യിൽ നിന്ന് മോഷണം പോയിരുന്നു എന്നുള്ള രീതിയിൽ അയാൾ അവതരിപ്പിക്കും. അങ്ങനെയാണ് അയാളുടെ കയ്യിൽ നിന്ന് നന്നാക്കാൻ കൊണ്ടുവന്ന ചിലമ്പ് മോഷണം പോയിരുന്നു, പക്ഷേ ഇപ്പോൾ തിരിച്ച് എൻ്റെ അടുത്ത് തന്നെ അത് വിൽക്കാൻ വന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുകയാണ് കേട്ടോ. സംവെയർ ദെയർ ലൈക്ക് ദാറ്റ്. അത് അത്രയും കൂടെ ഓർമ്മയില്ല എനിക്ക് അന്ന്. അപ്പോൾ വേഗം തന്നെ ഈ കോവലനെ രാജാവിൻ്റെ പടയാളികൾ വിളിച്ചുകൊണ്ടുപോയി വിചാരണയൊന്നുമില്ലാണ്ട് ഇത് നോക്കുമ്പോൾ അതേ ഇതാണല്ലോ ചിലമ്പ് എൻ്റേതാണല്ലോ, എൻ്റെ ഒരു ചിലമ്പാണല്ലോ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാളെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. അത് അറിയുമ്പോഴേക്കും കണ്ണകി ഓടിയെത്തുകയാണ് മറുചിലമ്പുമായിട്ട്. എന്നിട്ട് ആ രാജ്യസഭയിൽ വെച്ചിട്ട് കണ്ണകി ചോദിക്കുകയാണ്, രാജാവേ നിങ്ങളുടെ ഭാര്യയുടെ ചിലമ്പിൽ എന്താണുള്ളതെന്ന് ചോദിക്കും. അപ്പോൾ എന്തോ പറയും പവിഴമാണുള്ളതെന്ന് പറയും. അപ്പോൾ പറയും അങ്ങനെയോ, അങ്ങനെയെങ്കിൽ എവിടെയാ എൻ്റെ ഭർത്താവ് മോഷ്ടിച്ച ആ ചിലമ്പെന്ന് പറയും. അപ്പോൾ ആ ചിലമ്പ് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് പറയും നിൽക്കൂ, ഇതിൻ്റെ ഇണച്ചിലമ്പാണ് എൻ്റെ കയ്യിലുള്ളത്, എൻ്റെ ഈ ഇണച്ചിലമ്പിൻ്റെ ഉള്ളിലുള്ളത് രത്നങ്ങളാണ്, നിങ്ങൾ മോഷ്ടിച്ചു എന്ന് പറയപ്പെടുന്ന ആ ചിലമ്പ് ഒടിച്ച് കാണിക്കുമെന്ന് പറയും. അതൊടിച്ച് കാണിക്കുമ്പോൾ അത് രത്നങ്ങളാണ്. പറയും ഇത് പവിഴമല്ലല്ലോ, അല്ല, അതായത് പവിഴത്തിനേക്കാളും റാണിയേക്കാളും കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ് ഇങ്ങനെ വിൽക്കാൻ കൊണ്ടുവന്നത്, ഇതാണ് അതിൻ്റെ ഇണച്ചിലമ്പ് എന്ന് പറയും. അപ്പോൾ രാജാവിന് മനസ്സിലാവും ഇത് കുഴപ്പത്തിലേക്കായി. അപ്പോൾ രാജാവ് പറയും ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ ക്ഷമിച്ചിട്ട് എന്താ കാര്യം, ഞാൻ ക്ഷമിക്കില്ല ഒരിക്കലും. പ്രതികാരദാഹം കൊണ്ട് അവരാ മധുരൈ നഗരത്തെ കൂടെ ഇങ്ങനെ അങ്ങോട്ട് പതിവ്രതയാണല്ലോ, അവരുടെ ഇതിൽ തീയാണെന്ന്, കണ്ണിൽ നിന്ന് ഇങ്ങനെ തീ ഒഴുകി ആ നോക്കുന്നിട എല്ലാം ചുട്ട് കരിച്ചിട്ട് ആറ്റുകാലിൽ വന്നിരുന്നു എന്നാണ് കഥ പറയുന്നത്. അതേപോലെ അതേ രീതിയിൽ തന്നെ നേരെ നടന്ന് കൊടുങ്ങല്ലൂരും ഈ കണ്ണകി ആണ് ദേവിയായിട്ട് നിൽക്കുന്നതെന്ന് രൂപം പ്രാപിച്ച് അവിടെ ശക്തിയായിട്ട് വരുന്നു എന്നൊക്കെ പറയുന്ന കഥ. അപ്പോൾ സ്ത്രീകൾക്കുള്ള പ്രാധാന്യമാണല്ലോ ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെയാണ് അറിയപ്പെടുന്നതെന്ന്. നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മനസ്സാണല്ലേ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് ഈ പൊങ്കാലയടുപ്പും എല്ലാം നമ്മളങ്ങ് ചെയ്യുകയാണ്. അപ്പോൾ അത് പുറത്തേക്ക് നമ്മൾ കാണിക്കുമ്പോഴല്ലേ ലോകത്തിന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പൊങ്കാല ഇടുന്നതിലൂടെ സ്ത്രീകൾ തങ്ങളുടെ ഡിവോഷൻ, കുടുംബത്തോടുള്ള ഡിവോഷൻ അതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ അമ്മ ഇത്രയും വിഷമിച്ചാണല്ലോ ഭർത്താവിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിഷമിച്ച ആ രൂപമാണല്ലോ. അപ്പോൾ ആ അമ്മയ്ക്ക് സ്ത്രീകളുടെ സങ്കടം കാണുമ്പോൾ മനസ്സിലാകുമെന്നാണ് പറയപ്പെടുന്നത്. അതാണ് എല്ലാവരും പോയി ചോദിക്കുന്ന എല്ലാം കിട്ടുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് കഥ കേട്ടോ. പിന്നെ അതൊരു ദിവസമല്ലേ, ഇന്നാണെങ്കിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയവുമല്ലേ, അതുകൊണ്ട് ഞാൻ ഈ കഥ പറഞ്ഞെന്ന് മാത്രം. നിങ്ങളെല്ലാവരും വൈകുന്നേരങ്ങൾ ഇപ്പോൾ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ, 5:30 ആയില്ലേ, നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക ലോകസമാധാനത്തിന് വേണ്ടി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓക്കെ.